നീ സ്നേഹം പ്രതീക്ഷിച്ച് ചെന്നപ്പോഴും മാറ്റി നിർത്തിയ ആ സ്ഥലമല്ലത്. This is not a place like one where you long to receive love and you didn't get it. നിന്റെ ഫിസിക്കൽ അപ്പം നീ സ്നേഹം പ്രതീക്ഷിച്ചപ്പോൾ നിന്നെ മാറ്റി നിർത്തി കണ്ടേക്കാം. When you expected to receive love from your earthly father, you may not have received it. He may have put you aside. പക്ഷെ നിന്റെ ഹെവൻലി ഫാദർ അതല്ല. But your heavenly father is not like that. നീ വഴക്കും അടിയും പ്രതീക്ഷിച്ച് ചെല്ലുമ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുന്നു. Even when you നിന്നെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നവനാ. Even when you say you are unworthy, still he holds you closely to his side. എന്തോ ഈ അന്തരീക്ഷത്തിൽ അങ്ങനൊരു ഹഗ്, ഈ അന്തരീക്ഷത്തിൽ അങ്ങനൊരു സ്പർശനം ഒത്തിരി പേർക്ക് ലഭിക്കുന്നു. In this atmosphere, many are experiencing that kind of a touch, that kind of a hug. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Holy Spirit, we thank you for ministering to us. അങ്ങയുടെ സാന്നിധ്യം വീണ്ടും ഞങ്ങളുടെ മേൽ ആഴത്തിൽ പകരണേ. Pour out your presence upon us still, Lord, in a deeper way. We have soaked in your love, Lord. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുക. Thousands of children. The condition of the Indian church. പിതാവിന്റെ സ്നേഹം ലഭിക്കാതെ, പിതാവ് ആരെന്നറിയാതെ, ഒരു സ്പർശനം ലഭിക്കാതെ ഇങ്ങനെ കിടക്കുന്ന ഭാരത സഭയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു, ഈ റിവൈവലിൽ ഒരപ്പന്റെ കരുതലും ഒരപ്പന്റെ സ്നേഹവും സ്പർശനങ്ങളും ഒക്കെ ലഭിക്കത്തക്കവണ്ണം ദൈവം പിതൃഹൃദയമുള്ള ആളുകൾ എഴുന്നേൽപ്പിക്കുകയാണ്. I believe that in this revival, the Lord is raising up people with a father heart through whom He can touch the Indian church and show them and help them to experience the care of a father. ആരും അവരുടെ കൂടെ ഇല്ല എന്നുള്ള തോന്നലുകൾ, the thought that no one is there to stand with them. ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നു, ഒരു സംഘടനയ്ക്ക് തരാൻ പറ്റാത്ത സംരക്ഷണം, നിന്റെ കുടുംബത്തിന് തരാൻ പറ്റാത്ത സംരക്ഷണം ഈ ദിവസങ്ങളിൽ നിന്റെ മീതെ സ്വർഗത്തിലെ അപ്പൻ വെക്കുക. I believe in these days what protection no organization can give, no family can give, the Father is placing over you in these days. എത്ര പേർക്ക് ഈ പകൽ അങ്ങനെ ഒരു സ്പർശനം ഫീൽ ചെയ്തിട്ടുണ്ട്? How many of you can experience that kind of touch of the Lord this morning? ഇവിടെ നിൽക്കുമ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. I can feel that very strongly even while I'm നമ്മളെവിടെയോ മിസ്സായി പോയൊരു സ്പർശനം, somewhere where you miss that kind of touch, ഒരു പിടുത്തം, that kind of hold. എനിക്കറിയത്തില്ല ഈ അന്തരീക്ഷത്തിൽ എങ്ങനെയാ ചേർന്ന് കിടക്കുന്നതിനേക്കാൾ വലുതല്ല ലോകത്തിലെ ഒരു കാര്യവും.
There is nothing greater in the world than a child just resting on the bosom of its parent. ഇപ്പോഴതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. That is exactly what is happening here now. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലും അതേ അനുഭവങ്ങൾ തന്നെ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. And I pray for the same experience to occur in the lives of all those who are watching us online. ഞാൻ പാടും എൻ ശ്വാസമേ, നീ വേണം, 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 നീ നമ്മുടെ സഭകൾക്കൊക്കെ മിസ്സായി പോയ ഒരു റലമാണ് ദൈവം നമുക്കിപ്പോൾ തുറന്നു തരുന്നത്. God is opening up a realm for us that our churches have actually missed. കുറേ പ്രസംഗങ്ങൾ, മാറി മാറി പ്രസംഗങ്ങൾ, നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ദൈവത്തെ മിസ് ചെയ്തു പോയി. In the midst of many messages, one after the other, we have actually missed the Lord. നമുക്ക് എന്താ പറ്റിയ Everything about Pastor Rinse. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.
I like him. ഞാൻ കൂടെ അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്. And he gives me gifts all the time. കൂടെ എനിക്ക് എഴുത്തൊക്കെ എഴുതുന്നുണ്ട്. He writes letters to me. ഞങ്ങൾ ഒരുമിച്ച് പണ്ടങ്ങാണ്ട് എടുത്ത കുറെ ഫോട്ടോസ് ഒക്കെ എൻ്റെ ആൽബത്തിൽ ഇട്ടിട്ടുണ്ട്. I have some photos in my album of which I've taken many years back. അദ്ദേഹത്തിന്റെ കുറെ സെൽഫി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. And many of his selfies are also with me. പക്ഷെ ഒരാളെന്നോട് ചോദിക്കുകയാണ്, റിൻസി പാസ്റ്ററെ കണ്ടിട്ടുണ്ടോ? But one person is asking me, have you actually seen Rinsi Pastor? കണ്ടിട്ടില്ല, പക്ഷെ മൊബൈൽ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. I haven't seen him, but he has bought me a mobile. കണ്ടിട്ടില്ല, പക്ഷെ ഫോട്ടോയുണ്ട്. I haven't seen him, but I have his photo. നമ്മുടെയൊക്കെ ലൈഫ് ഇങ്ങനെ ഒത്തിരി ഗിഫ്റ്റുകൾക്ക് നടുവിൽ നമ്മൾ ഈ ഗിവറിനെ അങ്ങ് മിസ് ചെയ്ത് കളയുക. This is also in our case, in the midst of many. കണ്ടിട്ടില്ല, but we haven't actually met him. നമുക്ക് ഈ ദിവസങ്ങളിൽ അങ്ങനത്തെ എൻകൗണ്ടർ ഉണ്ടാവണം. In these days we need to have such an encounter. നമ്മുടെ മിനിസ്ട്രിയില്, in our ministry, നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ, in our personal life. ഈ നിശബ്ദതയാണ് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ ഒരു ഭയങ്കര സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത്. It is these kind of moments of stillness which is actually the strong area for us. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നോക്കായിരുന്നു, ആളുകളെ ഇങ്ങനെ പരിശുദ്ധാത്മ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I was just looking at everyone. The Holy Spirit is just ministering to you all. അത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് പറയും പ്രസംഗമില്ലെന്ന് പറയും. And for those who don't understand that, they will say there is no message. പ്രസംഗമാണോ വലുത്? But really, is it preaching that is greater? പ്രസംഗത്തെക്കാൾ എത്രയോ വലുതാണ് കർത്താവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. More than preaching, how many times more exceedingly greater is the presence of the Lord. ഞാൻ ആഴ്ച നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന് ഒരു ഭയങ്കര ഫൗണ്ടേഷൻ ആയിരിക്കും. Especially this week has been the laying of a great foundation for our Christian life. ഞാനിതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടും എൻ്റെ സ്നേഹം അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. Even after doing everything for them, if my children are not able to receive my love, then I am helpless. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഉച്ചകഴിഞ്ഞ് പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ ഫീൽ ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. The Holy Spirit is saying to you this day that God desires that you feel His love. ആ സ്പർശനം ഒരു ഭയങ്കര കാര്യമാണ്. That touch is a very significant factor. Amen. ആ സ്പർശനം നമ്മൾ ഫീൽ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires that we feel that touch. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ അകത്തൊരു മദർ ഹാർട്ടും കൂടെ ദൈവം കൊടുത്തിരിക്കുന്നത്. That is why the Father also has a mother heart. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ തൊട്ടതാ, പക്ഷേ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാൻ പരിശുദ്ധാത്മ പറയുന്നു. Holy Spirit is ഒരു നമുക്ക് അടുക്കാൻ പറ്റാത്തൊരു പിക്ചറാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ചെറുപ്പത്തിൽ. In our childhood, we receive such a picture of the Heavenly Father, such that He is one person whom we can never come near. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അടിക്കുന്ന, He is a person who just touches us for any silly thing. നമ്മുടെ വണ്ടി ആക്സിഡന്റ് ഉണ്ടാക്കുന്ന, He's a person who makes us crash our vehicles. പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ തോൽപ്പിക്കുന്ന, If we don't pray, He will make us fail in our exams. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. So we are not able to come near Him. അടുത്തിട്ട് വേണ്ട തൊടാൻ. First of all, we need to come near Him. Then only we can think of being touched or touching Him. സ്പർശനമൊക്കെ പോട്ടെ, ആദ്യം നിഴലെങ്കിലും ഒന്ന് അനുഭവിക്കേ. Forget the touch area, at least experience the shadow. നമുക്കതങ്ങോട്ട് പറ്റുന്നില്ല. എനിക്കൊക്കെ കിട്ടിയ ദൈവബോധം എന്ന് പറയുന്നത് വേറൊരു എനിക്ക് ദൈവത്തിലേക്ക് ചെല്ലാൻ പറ്റിയത്. It is when my understanding of God and all my theology changed that I was able to approach God. Amen. Amen. നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരിക്കലും നിങ്ങൾ ഭീകരനായ ദൈവത്തെ പ്രസന്റ് ചെയ്യരുത്. In your preaching, never present a cruel monster. അതാ കറക്റ്റ്. ഞാൻ നിൽക്കുക കണ്ണൂരിട്ടിക്കൊണ്ട്. Someone who is standing rolling his eyes. എന്തോ ദൈവ സ്നേഹമാണ്. God is love. Amen. Amen. ആ ഒരു പിക്ചർ നിങ്ങളുടെ അകത്തേക്ക് വരട്ടെ. Let that picture come sink into you. Amen. മാതൃഹൃദയത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. One or two things about the mother heart. നമ്മൾ ഈ ദൈവസ്നേഹം അറിയണമെന്നും ദൈവത്തിന്റെ സ്നേഹത്തെ ഫീൽ ചെയ്യണമെന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു. God desires that we know His love, that we feel His love. നമ്മുടെ ദൈവം നമ്മളെ പരിപോഷിപ്പിക്കുന്ന ഒരു ദൈവം. He is a God who nurtures us. എന്തിനാ അങ്ങനൊരു കാര്യം ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നറിയോ?
Why has God set it in that way? നിനക്കൊരു സേഫ്റ്റി ഫീൽ ഉണ്ടാകാൻ വേണ്ടി. Because you need to have a feeling of safety. നിനക്കൊരു വാല്യൂ ഉണ്ടെന്ന് നിനക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടി. Because you yourself must be able to understand that you have value. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? കർത്താവ് ഒരിക്കലും എന്നോട് പറഞ്ഞു, നീ ചർച്ചിൽ വരുന്ന എല്ലാവരും നീ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. Once the Lord told me, you must celebrate every person that comes into your church. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. You must celebrate everyone. നമ്മൾ ചിലപ്പോൾ എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യത്തില്ല. We may not celebrate everyone. നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേ ഒന്നും നമ്മൾ ചിലപ്പം വിഷ് ചെയ്യത്തില്ല. We don't wish everyone on their birthday. നമുക്ക് പറ്റുന്ന നമ്മുടെ സ്റ്റാറ്റസിനൊക്കെ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ വിഷ് ചെയ്യും അല്ലേ? That is how Jesus is. ശമരിയ സ്ത്രീയെ ലോകത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒറ്റയാളേ ഉള്ളൂ, അത് യേശുവാണ്. There is only one person in the entire world who celebrated the Samaritan woman, that is Jesus. നമ്മളെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾക്ക് വാല്യൂ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. When she met him, she understood that she has significance, has value. പോലീസ് സ്റ്റേഷനിൽ അവൾക്ക് വാല്യൂ കിട്ടുമോ? Would she get some value in the police station? ബസ് സ്റ്റാൻഡിൽ അവൾക്ക് വാല്യൂ കിട്ടുമോ? Would she get any value at the bus stand? പക്ഷേ യേശുവിന്റെ അടുക്കൽ വന്നാൽ, But when she came to Jesus, നമ്മുടെ ചർച്ചിലേക്ക് ആളുകൾ വരട്ടെ ഇങ്ങനെയുള്ളവരെ. let such people come into our churches as well. നമുക്ക് പേടിയാ. We are afraid. എന്തിനാ പേടിക്കുന്നേ? Why are we afraid? പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരൊറ്റ സ്ഥലം യേശുവിന്റെ അടുക്കലാണ്. There's only one place at the feet of Jesus where the sinful woman of the Jesus is allowing the woman to break the alabaster jar, to pour the perfume on his feet, wipe his feet with her hair. കുഷ്ഠരോഗിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരൊറ്റ സ്ഥലം യേശു മാത്രമാണ്. There's only one place who celebrates the leper, one person, his name is Jesus. 10 പേര് പാളയത്തിന് പുറത്ത് കിടക്കുക. 10 people outside the camp. ആരും അങ്ങോട്ട് പോകത്തില്ല. No one will go near there. ഒരുത്തൻ ചെല്ലുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി, അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് വാല്യൂ ഉണ്ട്, ഞങ്ങൾക്ക് വിലയുണ്ട്. But when one person is approaching them, they understood we also have value. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. One more thing I want to share. ചർച്ചാണ് ലോകത്തിന്റെ അവസാനത്തെ പ്രതീക്ഷ. The church is the final hope for the world. എല്ലാ പ്രതീക്ഷയും തീരുമ്പോഴാ പാസ്റ്റർ നമ്മുടെ അടുക്കലേക്ക് ജനം വരുന്നേ. It's when people lose all other hope that they come to us. അവിടെ നമുക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, And if we are not able to give them any hope, അവിടെ നമുക്ക് അവരുടെ കൈപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, if there we are not able to hold their hand, ആത്മഹത്യ അല്ലാതെ അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. then there is no other option for them except. Do you know it's because many of our churches are there that many are not committing suicide? ചില അപ്പന്മാരെ കണ്ടുമുട്ടിയതാണ് ചിലർ ആത്മഹത്യയായിരിക്കും. Many people are not committing suicide because they met some fathers. അപ്പോൾ മിനിസ്ട്രിയുടെ ആ വാല്യൂ ഒന്ന് തിരിച്ചറിഞ്ഞേ. So just recognize the value of the ministry. ചിലർ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂവും തരത്തില്ല. When some people begin to minister, they give us no value. നമ്മളെല്ലാം നമ്മുടെ ഇമേജും നമ്മുടെ ഐഡന്റിറ്റി എല്ലാം നശിപ്പിച്ചു കളയും. They just destroy our entire image, our identity. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, But the Holy Spirit says, ഈ ദിവസങ്ങളിൽ അങ്ങനെ നിനക്ക് വാല്യൂ ഉള്ളവനെന്ന് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. there is a God who understands your value. എനിക്ക് യേശുവിനെ കണ്ടിട്ട് മുട്ടുന്നിടം വരെ എനിക്കൊരു വിലയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. Till I met Jesus, I never felt that I have any value. എവിടെ ചെന്നാലും മാറ്റി നിർത്തൽ. Because wherever I go, people just set me aside, they put me to the side. പക്ഷെ എൻ്റെ ആദ്യത്തെ സഭായോഗം ഞാൻ 97 ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, എനിക്ക് വിലയുണ്ട്, എന്നെ നീ കണ്ടിരിക്കുന്നു, എൻ്റെ വേലയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് വിലയുണ്ട്. The first Sunday gathering, I heard the word that I have value, that the Lord has chosen me, that the Lord has seen me for the ministry. എന്തിനാ ഒരു മാതൃഹൃദയം നമ്മുടെ ദൈവത്തിന്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നറിയോ? Why has God a mother heart as well? ദൈവം നിന്നെ ഫീഡ് ചെയ്യുന്നവനാണെന്നും, ദൈവം നിന്നെ നർച്ചർ ചെയ്യുന്നവനാണെന്നും, ദൈവം സ്നേഹിക്കുന്നവനാണെന്നും, നിനക്കൊരു ഭയങ്കര കരുതൽ ഉണ്ടെന്നൊക്കെ നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. So that you can feel that there is a God who feeds you, who cares for you, nurtures you, who really supports you. അപ്പന്മാരുണ്ടെങ്കിലും ചിലപ്പോൾ ഈ അപ്പൻ, ഞങ്ങളുടെയൊക്കെ അപ്പൻ എന്ന് പറഞ്ഞാൽ ഉമ്മ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും.
There are some fathers, even if you give a kiss to them, they will sit still like this. നമുക്ക് ഫീൽ ചെയ്യത്തില്ല അങ്ങോട്ട്. അടിയൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചാലും എന്തുവാ, ഈ തള്ള ചവിട്ടിയാലും പിള്ള ചാവത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ്. അമ്മയുടെ ഒരു പ്രത്യേക കരുതലാ. Mothers is a very unique care. നീ ആ മാതൃഹൃദയം കണ്ടിട്ടുണ്ടോ? Have you seen that mother heart of the Lord? നീ ദൈവത്തിന്റെ അകത്തെ മാതൃഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടോ? Have you touched the mother heart of God? അതിനെക്കുറിച്ച് പറയുന്നതാണ് പുറപ്പാട് പുസ്തകത്തിൽ. That is what it says in Exodus. സ്ലോ ടു ആങ്കർ എന്നാ പറഞ്ഞിരിക്കുന്നത്. Slow to anger. അപ്പൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് രണ്ടെണ്ണമൊക്കെ ഞാൻ തരും. എൻ്റെ പപ്പ ഇങ്ങനെ ഇവിടെ അടിക്കത്തുള്ളൂ. എൻ്റെ പപ്പ Father will explode anytime. He will hit me only on this side of the cheek. പപ്പ പറയുന്നത് അതിന് ഒത്തിരി ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. And so much damage has happened as a result. പപ്പ ഇവിടെ അടിക്കത്തുള്ളൂ. പപ്പയുടെ സ്വഭാവം. It's my father's nature to beat me on the cheek. പിന്നീട് ആളുകൾ ചോദിച്ചിട്ട് ഈ അടി എനിക്കങ്ങ് ഒത്തിരി കൂടി വന്നപ്പം The beating, the slapping increased. People started asking him, why are you slapping him so much? So he used to say, if I don't beat him at that time, then I can't slap him with that kind of anger afterwards. കൊടുക്കണം. So at that time I want to slap him. Sure, God is slow to anger. But our God is slow to anger. നീ ചെയ്ത ഉടനെ നിന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നീ ഇവിടെ കാണൂടാ. If he would punish you right at the moment when you sinned or did something wrong, would you be here? പറ, ഒറ്റ ആളിവിടെ കാണത്തില്ല. Tell me, not even one of us would be here. പുറപ്പാട് പുസ്തകത്തിൽ നീ വായിച്ച പുറപ്പാട് പുസ്തകം 34-6 വാക്യം വായിച്ചേ. Exodus 34 and verse 6. ഞാൻ പ്രസംഗിക്കുകയല്ല, പാസ്റ്റർ പ്രസംഗിച്ചതിൻ്റെ കൂടെ 1-2 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. Just want to add 1 or 2 things to what Pastor shared and then we'll pray. Exodus chapter 34 verse 6 എന്താ? Exodus 34 and verse 6. മലയാളത്തിൽ വായിച്ചോ. In front of Moses proclaiming, the Lord, the compassionate and gracious God, slow to anger, abounding in love and faithfulness. യഹോവ മോശയുടെ മുമ്പാകെ നടന്ന് സംസാരിക്കുകയാണ്. മോശെ, നീ കണ്ട ദൈവം അല്ല ഈ സാധനം. Moses, the God you saw is not this God. പറഞ്ഞ കരുണയും കൃപയുമുള്ളവൻ, compassionate and gracious. പറഞ്ഞ ദീർഘക്ഷമയുള്ളവൻ. ഈ അപ്പന്മാർക്ക് ഇത്ര ഒരു ക്ഷമ കിട്ടത്തില്ല. He's slow to anger. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ ദൈവത്തെ അറിയാമോ നിങ്ങൾക്ക്? Do you know this God? കണ്ണുരുട്ടി കാണിക്കാത്ത, ക്രൂരനല്ലാത്ത, God who doesn't roll his eyes or compassionate, not cruel but compassionate. എല്ലാവരും വാക്യം എല്ലാവരും ഒന്ന് വായിച്ച്. Everybody read this verse. ഹൃദയത്തിൽ നിന്ന് വായിക്കണം കേട്ടോ. Read it from your heart. അതുവരെ മോശയ്ക്ക് കിട്ടിയ ദൈവബോധം എന്തെന്നറിയാവോ? Till then the knowledge that Moses had about God, the understanding. ഒരു പർവ്വതം പോലും ഒരു മൃഗം പോലും പർവ്വതം തുടരുത്. Not even an animal should touch near. മാറണം കേട്ടോ. Moses, your understanding of me should change. പറഞ്ഞ യഹോവയായ ദൈവം, എന്നോട് ചേർന്ന് പറഞ്ഞ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ. വായ തുറന്ന് പറ, കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും. ഇതങ്ങനെ പറഞ്ഞ പോരാ, ദീർഘക്ഷമയും. നിനക്ക് എവിടെ കുത്തിടണമെന്ന് നീ അങ്ങ് നീട്ടി പറയണം. You must stretch it to the extent that you yourself put the dot. Full stop. ദീർഘക്ഷമയും മഹാദയയും. സാധാരണ ദയ അല്ല. Not an ordinary love. മഹാദയ പറഞ്ഞ് abounding in love. വിശ്വസ്തതയുമുള്ളവൻ. Faithful. ഇതാരനും കണ്ണിൽ ഉടക്കിയിട്ടില്ല ഈ പ്രസംഗം പ്രസംഗിക്കാൻ. കൊല്ലും, ഇടിക്കും, ശവപ്പെട്ടി കാണുന്നു. എൻ്റെ കൂടെ ഉണ്ടോ? Are you with me? ഒരു വാക്യം കൂടെ വായിച്ചു.
One more verse we അപ്പൊ will read. നമുക്കത് ഫീൽ ചെയ്യണം, ആ സ്പർശനമൊക്കെ ഫീൽ ചെയ്യണം എന്ന് പറയാം. We must feel that touch this day. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 വരുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു അതങ്ങോട്ട് തുറന്നു വെക്കുന്നത് നമ്മൾ കാണുന്നത്. Isaiah 66, we find that God just opens it up for us. യെശയ്യാവ് 66 പോയി അവിടെ നിന്ന് ഞാൻ അങ്ങ് കരഞ്ഞിട്ടുണ്ട് ഒത്തിരി നാള്. Many times I have wept when reading these verses. 66 14 വാക്യത്തിൽ എന്ത് എഴുതിയിരിക്കുന്ന അറിയോ? 66 verse 14. 13 വാക്യം. 13. അമ്മമാരെന്ന് കേക്കട്ടെ, അമ്മമാരുടെ ശബ്ദം ഒന്ന് കേക്കട്ടെ. നിങ്ങളുടെ അമ്മ നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? Has your mother comforted you ever? ഇല്ലയോ? ഈ അമ്മയുടെ ആശ്വാസം കിട്ടിയെങ്കിലേ നമുക്ക് ദൈവഹൃദയത്തിനകത്തെ അമ്മയുടെ ആശ്വാസം കിട്ടത്തുള്ളൂ. It is only if you have experienced the comfort of your earthly mother that you can experience the mother heart that is in God. നമ്മൾ ഈ ഫാദർ ഹാർട്ട് മാത്രം പ്രസംഗിച്ച അപ്പന്മാരെ എല്ലാം നമ്മൾ ചവിട്ടി നിരത്തിയിരിക്കുക. ഈ അമ്മമാരും ടൈപ്പാണെന്നേ എല്ലാരും വിശ്വസിക്കത്തില്ല. കഴിയട്ടെ. ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen some mothers. എല്ലാ അമ്മമാരുടെ കാര്യമല്ല, not all mothers. ഞാൻ ആവർത്തിക്കാം, പ്രോപ്പർ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. I want to repeat it. Proper parenting is a very important part of our Christian life. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും. As a mother comforts her child, so will I comfort you. അപ്പൻ 2 അടിയൊക്കെ തരപ്പോകുന്നു, ഒരു മുട്ടയൊക്കെ പിഴുങ്ങി തന്നു. അങ്ങനെ ചില അമ്മമാര് ഇടയ്ക്ക് കയറി നിന്ന് The mother will intervene sometimes for us. Hard. ഇത്തിരി കഠിനപ്പെട്ടു. Becomes very hard. എനിക്കറിയാം അങ്ങനെയുള്ള സഹോദരിമാരെ. I know some of our sisters. നിങ്ങളുടെ ആരുടെയും കാര്യമില്ല. Not about any of you. നിങ്ങളെപ്പോലെ നല്ല ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. I have never seen as good people such as you. നല്ല ആൾക്കാരാണ്. You're all good people. പക്ഷെ ചില ആൾക്കാരുണ്ടോ, but there are some. മനസ്സ് കഠിനപ്പെട്ടു. Their minds are hardened. ആ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടത്തില്ല, ഫീൽ ചെയ്ത്. We don't feel that softness with them. അതിന്റെ പ്രധാന കാര്യമായിട്ട് ഞാൻ For that, what I understood is they grew up in a home where they didn't get any value or where the males dominated. ശബ്ദമുയർത്താൻ അധികാരവും അവകാശവും ഇല്ലാത്തൊരു വീട്ടിൽ ജനിക്കും. പൊടി കയറി പൊടി, പെമ്പിളർ ഇവിടെ നിൽക്കാം പൊടി. They don't have the right to raise their voices or stand in the midst of the people. ആമ്പിളേരെ സംസാരിക്കുന്നിടത്ത് പെമ്പിളർക്ക് എന്താ കാര്യം? Where men are talking, what place do women have there? എൻ്റെ മോൾ എന്നോട് ഒന്ന് ചോദിക്കും. My daughter would come to me and ask. എന്തോ ഡാഡി ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം? She would ask me, Daddy, what is the difference between men and women? പല കാര്യങ്ങളും ഞാൻ ബൈക്കിൽ പോകാൻ നേരത്ത് അമ്മച്ചി പറയും, അങ്ങനെ പെൺപിള്ളേർ പോകണ്ട. അമ്മച്ചിട്ടു ഞാൻ ബൈക്കിനകത്ത് എവിടെങ്കിലും പോകുമ്പോൾ മോനെ വിളിച്ച് കയറ്റി കൊണ്ടുപോകും. Sometimes when I travel on the bike, my mother will not allow my daughter to come, but I will take my son. എനിക്കിത് അറിയാം. കെയർഫുൾ ആയിരിക്കണേ. അമ്മമാർ വളരെ കെയർഫുൾ ആയിരിക്കണം. Fathers and mothers should be very careful. Amen. Amen. ഹാർഡനായി പോകും. Your hearts can get hardened. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററിന്റെ വൈഫുണ്ട്. There is the wife of a pastor I know. അവരോട് ആർക്കും സംസാരിക്കാൻ ഒക്കത്തില്ല. No one can talk to her. സംസാരിച്ച് ബ്ലേഡ് കൊണ്ട് പോറ നടക്കാം. ഇങ്ങനെ മുറിച്ച് കളയും സംസാരിച്ചാൽ. Because if you talk to her, all her words are very sharp. You will get cut with all her words. എന്നെയൊന്നല്ല, എന്നോട് സംസാരിക്കാൻ ആ പാസ്റ്റർ അനുവദിക്കത്തില്ല. Pastor won't allow her to speak to me. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പാസ്റ്റർ കയറി ഫ്രണ്ടിൽ നിൽക്കും.
So if there's anything being spoken, pastor will come in the between. കുറെ സമയമായപ്പോ ഞാൻ വിചാരിച്ചു എന്തിന്റെ പ്രശ്നം എന്താ. Then I began to think, what is the problem? എന്നോട് അവസാനം പാസ്റ്റർ എന്ന് പറയാം, And finally, pastor told me, അച്ചാള I can't bear her cutting you. അമ്മമാരോട് ഞാനൊരു ദൂത് പറയട്ടെ. Let me give you a word to all the mothers. അങ്ങനെ മുറിക്കുന്ന, എന്തിനും വേദനിപ്പിക്കുന്ന ഒരു അമ്മയുടെ മോനായിട്ടാണ് ഒരു ആൾ വളരുന്നതെങ്കിൽ, മോളായിട്ടാണ് വളരുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് നർച്ചറിങ് ഹാർട്ട് ഓഫ് ഗോഡ് അവർക്ക് കിട്ടത്തില്ല. അവരത് മിസ് ചെയ്ത് കളയും. If you grow up under such a mother who's always cutting you with her words, you will never be able to experience the nurturing heart of the Father of God. അമ്മയുടെ റോൾ ഒരു കുഞ്ഞിൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. The role of a mother is very important in the life of the ഭയങ്കര child. ഇമ്പോർട്ടൻ്റ് ആണ്. ഉണ്ടോ ഒരു 10 മിനിറ്റ്? Mothers, all of you, are you with me? പരിശുദ്ധാത്മാവ് നിങ്ങളെ മിനിസ്റ്റർ ചെയ്ത് ഞാൻ ആത്മാവിൽ അറിയുന്നു. I sense that the Holy Spirit is ministering to you. ഒരു കുഞ്ഞിൻ്റെ ലൈഫിലെ ആദ്യത്തെ സ്പിരിച്വൽ ആയിക്കൊള്ളട്ടെ, സ്പിരിച്വൽ അല്ലാത്തതായിക്കൊള്ളട്ടെ, ആദ്യത്തെ സിഗ്നലുകൾ അവൻ സ്വീകരിച്ച് തുടങ്ങുന്നത് നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോൾ മുതലാണ്. The child receives its first signals in the womb of its mother, whether it is spiritual or otherwise. Amen. നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ അവൻ പ്രതികരിക്കാൻ തുടങ്ങും, അവൾ പ്രതികരിക്കാൻ തുടങ്ങും. When the child is in the womb itself, they begin to respond. അദ്ദേഹത്തെ ആ യോഹന്നാൻ തിരിച്ചറിഞ്ഞത് സഭായോഗത്തിൽ വന്നിട്ടല്ല. John did not recognize the anointing when he attended a church gathering. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അവൻ അഭിഷേകത്തെ സെൻസ് ചെയ്തു. Even when he was in the mother's womb, he sensed the anointing. കൺസീവ് ആയ സിസ്റ്റേഴ്സ് വല്ലോ ഞങ്ങളെ കാണുന്നെങ്കിൽ, കമോൺ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു സ്പിരിച്വൽ ആകാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും നിന്റെ ഉദരത്തിൽ തന്നെ നീ ഉണ്ടാക്കി കൊടുക്കുക. If there is any sister who has conceived and is watching us, give every opportunity to the child in your womb to grow up in a spiritual atmosphere. എൻ്റെ ആദ്യത്തെ മോള് കൺസീവ് ആകുമ്പോൾ, when my first daughter was conceived, അന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പാടുന്ന പാട്ട് നന്മയല്ല അതൊന്നും ചെയ്തിടാത്തവനെന്നുള്ള പാട്ടായിരുന്നു. the song that we would routinely sing at that time was നന്മയല്ല അതൊന്നും ചെയ്തിടാത്ത. എപ്പോഴെല്ലാം ഞാനും വൈഫ് ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അന്യഭാഷ പറയുമായിരുന്നു. Whenever my wife and I would sit together, we would speak in tongues. വയറ്റിൽ കുഞ്ഞ് respond to that. Amen. Amen. ചുമ്മാ ടിക്ടോക്കും കണ്ട് കോമാളിത്തരവും കണ്ട് പണ്ടത്തെ അമ്മമാർ പറയുമായിരുന്നു സങ്കീർത്തനം വായിക്കണം. The mothers of old would say, you must read the Psalms when you have conceived. എനിക്കറിയോ, അവള് ജനിച്ച് അവള് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ മിനിറ്റുകൾ മുതൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്യഭാഷ പറയുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. Do you know, I have tested it. After she was born, I would just speak in tongues and find out, and the moment I spoke in tongues, she would turn to me, she would pay attention. ചൈൽഡ്ഹുഡിൽ അവൾ വല്ലാതെ കരയുമായിരുന്നു പല രാത്രിയും. Many nights she would cry when she was in her. ഇനിയിപ്പോൾ നിക്കോദിമോസ് പറഞ്ഞ പോലെ നമുക്ക് ആർക്കും വയറ്റിൽ കയറി കയറാൻ ഒക്കത്തില്ല. Now, as Nicodemus said, none of us can go into the womb once again. ഇനിയെങ്കിലും ജനിക്കാനിരിക്കുന്നതിനെ നശിപ്പിക്കാതിരിക്കുക. Now, at least the ones who are going to be born, don't destroy them. ഇവിടെ ചിന്തിക്കുക, ഇനി ഒന്നുകൂടെ കയറാം, ഒരു രക്ഷയില്ല. Some of you are thinking, if I could be in the mother's womb once again. പക്ഷെ ഇനിയെങ്കിലും ജനിക്കാനിരിക്കുന്നതിനെ. But at least the one who is going to be born. എൻ്റെ കൂടെ ഉണ്ടോ? Are you with me?
ഹല്ലേലൂയ പറഞ്ഞിട്ട് അമ്മമാരെല്ലാം അവിടെ. All the mothers say hallelujah. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. There's one thing I shared last time. ഈ അമ്മമാരുടെ ആ പ്രാർത്ഥന ഒരു കുഞ്ഞിന് ലഭിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അവൻ എത്ര നശിച്ചെന്ന് തോന്നിയാലും അവനെ തിരിച്ചു പിടിക്കാൻ പറ്റും. If a child receives the prayer of its mother, then no. അധ്യാപികയായിരുന്നു. My mother was a teacher at the Marthoma Sunday School. അപ്പം പണ്ട് മുതലേ ഇങ്ങനെ ആഗ്രഹിച്ചു ഒരു മകനെ കിട്ടുകയാണെങ്കിൽ പള്ളിയിൽ അച്ഛനാക്കണം. So she would always think that if I get a son, I want to make him the priest. വയറ്റിൽ ജനിച്ചപ്പോഴേ അച്ഛനാക്കാൻ തീരുമാനിച്ചു. She decided to make me an achan right at the moment I was conceived. പക്ഷെ ജനിച്ചു വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ കപ്പിയാര് പോലും ആവത്തില്ലെന്ന് മനസ്സിലായി. But she understood that I would not even become the church sexton, the helper of the church. അതിനും വേണ്ടേ ഒരു യോഗ്യത. You need at least a minimum qualification for that at least. പക്ഷേ അമ്മ പ്രാർത്ഥിക്കുക. But my mother would pray. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. She would pray a lot. ഞാൻ പെന്തക്കോസ്തിൽ പോയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് എൻ്റെ അമ്മയാണ്. And when my mother came to know that I joined the Pentecostal church, my mother rejoiced the most. അമ്മ ഇത്രയും നാൾ ആഗ്രഹിച്ചിരുന്നതാ സ്നാനപ്പെടണമെന്നൊക്കെ. Because she had also desired that she പക്ഷേ എൻ്റെ പപ്പ ഒരു മിലിറ്ററി പേഴ്സൺ ആണ്, പറ്റത്തില്ല. അതുകൊണ്ട് പപ്പയും മമ്മി ഇങ്ങനെ പമ്മിയിരിക്കുകയായിരുന്നു. But my father being from a military background, my mother couldn't do that. ഞാൻ ഒരു രാത്രിയിൽ ഒരു സഭായോഗത്തിൽ ഞാനും മമ്മിയും കൂടെ the church meeting, I stood up and said I want to get baptized, and my mother immediately stood up and said she also wants to get baptized. ഇപ്പോഴും എനിക്ക് നല്ല ഉറപ്പാണ്, ഇപ്പോൾ ലൈവിൽ ഇരിപ്പുണ്ട്. Now also I'm sure she's watching us live. Thank you, love you. You know, ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ടു. We got baptized together. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിഷേകം പ്രാപിച്ചു. We got anointed together. ഇന്നും എൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. It is my mother who is my greatest backbone. ഞാൻ കല്യാണം കഴിയുന്നിടം വരെ ഞാൻ എവിടെങ്കിലും മീറ്റിങ്ങിന് പോയി മമ്മി ഉറങ്ങത്തില്ല. ഇപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങി. Till I got married, if I go for ministry, she would not sleep. ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും. She will sit in the sit out. അന്ന് ബൈക്ക് വരുന്ന ശബ്ദം കേട്ടിട്ടേ മമ്മി ഉറങ്ങത്തുള്ളൂ. And that day she would only sleep after hearing my bike sound. ഇപ്പോഴും പാതിരാത്രിക്കൊക്കെ ചെല്ലുന്നേ. Now also I reach home very late. കതവ് തുറക്കുമ്പോൾ ഹോളിൽ കാണും. I open the door, I'll find her in the hall. ഒന്നും പറയത്തില്ല, ചിരിച്ചിട്ട് പോയി. She won't say anything, she'll just smile. പറയണ്ട, ചിരിക്കകത്തെല്ലാം ഉണ്ടെന്നേ. In that smile itself, everything is there. ഞാൻ അങ്ങനെ ഒരു അമ്മയിൽ വളർത്തപ്പെട്ടതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന്, because I was raised up by such a mother, it's very easy for me to get into that kind of intimacy, to experience that mother heart of the Lord. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് എല്ലാ തുണി എടുത്തു കൊടുക്കുന്നു ഞാൻ. Even now I am the one who takes all the clothes for my mother. ഞാൻ എടുത്തു കൊടുക്കാത്ത ഒരു സാധനം മമ്മിയുടെ ഇല്ല. Mummy doesn't have anything that I have not bought for her. നമുക്ക് പിന്നെ മത്സരിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റ ഒരാളേ ഉള്ളൂ. Then I am the only son, so there's no one to compete with me. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഒരുത്തൻ മതി. Sometimes I think one is enough. നീ നോക്കടാ, ഞാൻ നോക്കടാ. ഇവിടെ അങ്ങനെ ഇല്ല. I am happy. I am happy to care for her. നിങ്ങളുടെ അപ്പനെയും അമ്മയും ഭയങ്കരമായിട്ട് സ്നേഹിക്കണം കേട്ടോ. You must love your father and mother greatly. ഇന്നും എൻ്റെ പപ്പയ്ക്ക് 76 വയസ്സും മമ്മിക്ക് 72 വയസ്സും. My father is 76 and my mother is 72. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ, if at all anything is bought in my house, പപ്പായ്ക്ക് മമ്മിക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട സാധനമുണ്ട്. I will buy for them the most important things. Amen. ഒരു മിഠായി വാങ്ങിച്ചാലും പപ്പയ്ക്കുണ്ട്. Even if it's a chocolate, I'll buy for them. വല്ലപ്പോഴും ഒക്കെ നിന്റെ പ്രായമായ 80 വയസ്സുള്ള അമ്മച്ചിക്ക് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. Once in a while നീ ഒരു കമ്പ് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു നോക്കണം, അവരുടെ സന്തോഷം കാണണം. You must see the joy when you buy them a lollipop or something like that. നമ്മൾ കൊടുക്കത്തില്ല. You won't buy. ഇങ്ങനെ എത്ര നമുക്ക് വാരി തന്നതും ഒക്കെ ഒരിക്കലും ഒറ്റ ഒരെണ്ണം മറക്കരുത്. None of you should forget how much they fed you. എത്ര ബുദ്ധിമുട്ടിയാലും നിന്റെ അപ്പനമ്മയെ നീ ഓർഫനേജിൽ കൊണ്ടാക്കില്ല. എത്ര ബുദ്ധിമുട്ടിയാലും നിന്റെ അപ്പനെയമ്മയെ നീ ഓർഫനേജിൽ കൊണ്ടാക്കരുത്. No matter how difficult it becomes, you shouldn't take your parents to an old age home. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? ഒരു മരണ വീട്ടിൽ പോയ കാര്യം ഞാൻ ഓർക്കുന്നു. I remember going to a funeral home once. 85 വയസ്സായ അമ്മച്ചി മരിച്ചതാ. An 85-year-old അമ്മച്ചി had passed away. അമ്മച്ചിയുടെ കഴുത്തിൽ ഒരു 2-3 ഗ്രാമിന്റെ ഒരു കമ്മൽ കിടപ്പുണ്ട്. There was an earring 2-3 grams on her ear. അത് ഊരാൻ പറ്റുന്നില്ല. Can't remove it. ഇഷ്ടം
ഇഷ്ടം പോലെ പൈസ ഉള്ള മക്കളാ. The children are very rich. മൂത്തവൻ പ്ലെയർ എടുത്തുകൊണ്ടെന്ന് ഊരി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. 1 ഗ്രാം വിട്ട് തരത്തില്ല നിനക്കവൻ. The eldest son brought a plier and forcefully plucked it out. പോട്ടടാ, അത് കളാ. ഇപ്പൊ യോ എന്നൊക്കെ ആക്കി കാണണം, അങ്ങോട്ട് ചെല്ലട്ടെ. ഈ മക്കളെ, എന്തുകൊണ്ടാണ് ഈ ആക്സിഡന്റ് ഒക്കെ വർദ്ധിച്ച് പിള്ളേരൊക്കെ കൊച്ചു പ്രായത്തിൽ മരിച്ചു പോകുന്നതെന്നറിയോ? ഒറ്റ കാര്യമേ ഉള്ളൂ. നിനക്ക് ദീർഘായുസോടെ ഇരിപ്പാനും നിനക്ക് നന്മയുണ്ടാകാനും നിന്റെ അപ്പനെ അമ്മയെ നീ. Why are so many young people dying these days, being killed in accidents? Just one reason: if you want to enjoy long life and a good life on earth, you have to honor your parents. Amen. Amen. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. There is a tradition spoken of when Paul speaks of Timothy. ഞാൻ ഈ ഓരോ കുഞ്ഞുങ്ങളെയും പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. Every time I dedicate a child, I mention that. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. It is in Acts chapter 16. വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഞാൻ പല കുഞ്ഞുങ്ങളെയും പ്രതിഷ്ഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന വാക്യം. The statement about Timothy. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ എന്തെഴുതിയിരിക്കുന്നത്? ദർബയിലും ലുസ്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഡോക്ടറുടെ മോനെന്നല്ല, അമേരിക്കയിലുള്ള റോസമ്മാമയുടെ മോനായിട്ട് തിമോത്തിയോസ് ജനിച്ചെന്നല്ല, ഫെഡറൽ ബാങ്കിന് മാനേജറായിട്ട് പറഞ്ഞിരിക്കുന്നേ. വിശ്വാസമുള്ള. Only one thing is mentioned about Timothy there. None of the earthly qualifications that his parents may have, but just one thing: his mother was a Jewess and a believer. Amen. അപ്പനെ കുറിച്ച് പറയുന്നത് നല്ല ടെസ്റ്റിമണി ഉള്ളവൻ. About the father it says a good testimony about him. നിന്റെ അമ്മയ്ക്ക് ഒരു വിശ്വാസവും നിന്റെ അപ്പനൊരു സാക്ഷ്യവും ഉണ്ടെങ്കിൽ ഞാൻ എഴുതി കുറിച്ച് തരാം. ആ തലമുറയെ കുറിച്ച് ഒത്തിരി ഒന്നും പേടിക്കണ്ട. ആ തലമുറ മിനിസ്ട്രിയിൽ ആയിരിക്കും. ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. I want to guarantee you that you won't have to worry at all about a son, about a child who is born to a believing mother and a father who has a good testimony. That person will be the ministry. That person will definitely be blessed. അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. You don't even need to pray specially for them. ആ കുഞ്ഞിനെ ഓർത്ത് ഒത്തിരി പ്രാർത്ഥിക്കണം. You have to pray a lot for such a child. ഞാൻ ആവർത്തിക്കാം, അമ്മേ നിങ്ങളുടെ റോള് പ്രധാനപ്പെട്ടതാണ്. I want to tell you again, mother's role is very significant. നിങ്ങൾ ആ റോള് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ, and if you will play your role well, ഞാൻ എപ്പോഴും പറയാം, പെൺപിള്ളേരോട് ഞാൻ പറയാം, നിങ്ങളുടെ അമ്മയോട് പറയാൻ പറ്റാത്തൊരു സീക്രട്ട് നിനക്ക് കാണരുത്. I always tell daughters there must not even be one secret which you can't share with your mothers. Come on. അങ്ങനെ ഒരു ഓപ്പൺനെസ് ഉണ്ടാക്കി കൊടുക്കണം. You must develop such an openness with your mother. അങ്ങനെ കോളേജിൽ പോയിട്ട് ഒന്നൊരു കാര്യം പറഞ്ഞപ്പോഴും നീ കോളേജിൽ പോകണ്ട, അച്ഛനെയും അമ്മാച്ചനെയും കൊച്ചപ്പനെയും കൊച്ചമ്മയും എല്ലാം വിളിച്ചു പറഞ്ഞു, അവള് ജീവിതകാലത്ത് എന്നൊരു കാര്യം പറയത്തില്ല. Some mothers, the moment their daughters share something, then you make it a big issue, then never again will they share anything. മിണ്ടുന്നില്ലല്ലോ ആരും. എന്നാലും ഇന്നർ ഹീലിംഗ് നിന്റെ ആയുഷ്കാലത്ത് അവൾ ഒളിച്ചോടിയെ പോലും പറയത്തില്ല നിന്നോട്. Mommy, when I went to college, a boy looked at me. Immediately the mother calls for the father. Even if she runs away, elopes with a boy, she will never tell you after that. രേഷ്മേ ഒന്നുമില്ല. പോട്ടെന്നേ പറയണം. You must share. ആരല്ല മോളെ, അതൊക്കെ എന്നത്തുള്ള. It's okay, your mother. കോവിഡ് കഴിഞ്ഞ് സ്കൂളിൽ പോയി
എനിക്കും ഞങ്ങളുടെ കുഞ്ഞ് സ്കൂൾ കോവിഡിന് മുമ്പ് 3-ാം ക്ലാസ്സിലായിരുന്നു. Before COVID, my daughter was in the 3rd standard, 3-ലും 4-ലും ആയിരുന്നു. 4th standard. അപ്പൊ എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. So all were small children. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുഞ്ഞിന്റെ അത്രേ ഉള്ളായിരുന്നു. And just that. കോവിഡ് കഴിഞ്ഞ് ചെന്നപ്പോ ഉണ്ടല്ലോ എല്ലാരും മെച്യൂർ ആയി. After COVID, everyone matured. 4 വർഷം കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോ അവരുടെ ലാംഗ്വേജ് ഒന്നും ഞങ്ങളുടെ കുഞ്ഞിനെ അറിയത്തില്ല. After 4 years, my daughter can't understand the language of her classmates. Season, we became very spiritual. ഞങ്ങൾ 4 വർഷം സൺഷിപ്പും പഠിച്ചു, ബൈബിൾ സ്റ്റഡിയും നടത്തി, മൊത്തം സൂം മീറ്റിംഗ് കഴിഞ്ഞ് ഈ കൊച്ചു കുഞ്ഞ് അവിടെ ചെന്നപ്പോ എല്ലാരും മെച്യൂറായി, ശരീരം മാറി, ഹോർമോൺസ് മാറി, എല്ലാരും മാറി. During the 4 years, സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. We learned about sonship. We were having such good meetings. My daughter went to the school after 4 years. She found that everyone had matured, their physical bodies had matured, they developed hormones, and my daughter came and told me, I'm not going to school now. മമ്മിയോടൊന്ന് പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. She came and told mommy, I'm not going. മമ്മി പറഞ്ഞു ഡാഡിയോട് പറയാൻ. Mommy said, go and tell daddy. എവിടെ ചെന്നപ്പോൾ ഇതൊക്കെയാണ് തൊള്ളയാ. I said, it's okay, it's like this. ഡാഡി കൊച്ചേ ഇതെല്ലാം എങ്ങനാ, This is how life is. അവരങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയും. So she told me they spoke like this. I said, it's okay. They will talk like that. It's okay. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? അതുകൊണ്ട് എല്ലാ കാര്യവും ഒന്ന് പറയും. So she will come and share everything. Are you with me? ഒരു നല്ല അമ്മയാകാവോ? Can you become a good mother? അവരൊന്ന് പറയട്ടെ. Let them come and share. അമ്മയോട് പറയുന്നത് അപ്പനോട് പോലും പറയണ്ട. What they share to the mother, you don't need to tell the father. അപ്പൻ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. What the father needs to know, he needs to know. പക്ഷേ അപ്പൻ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. But what the father needs to know, he must definitely be told. നീ ഒത്തിരി മറച്ചു വെക്കരുത്. Don't hide too much. ചില അമ്മമാരുണ്ട് പറയത്തില്ല. Some mothers won't share anything. മറച്ചു വെക്കും. They will hide everything and keep. അവസാനം ഇതെല്ലാം കൂടെ അച്ഛൻ അറിയുമ്പോഴത്തേന് പിടിവിട്ട് പൊട്ടം പോയി. And once the father comes to know, everything is out of hand. The kite has flown away. ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഞാനും പ്രവാചകനാണ് എനിക്ക് തോന്നുന്നത്. Seeing your smile, I understood everything. കമാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നും ഈ ആയുധം ഗോലിയാത്തും വെലീശ അല്ല. നമുക്ക് ഈ ആഴ്ചകളിൽ നമുക്ക് ഹൃദയം ഒന്ന് അടിച്ച് കഴുകി നമ്മുടെ ബലഹീന വശങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. അതുപോലെ ഞാൻ പറയുന്നൊരു കാര്യം, I support the dressing and all that, but where do girls learn how to dress well or modesty? എന്നോട് പെണ്ണങ്ങല്ലേ, നമ്മൾ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സില്ലേ? In the 2nd standard, 1st standard, there's a dress we put for our girls. അപ്പോൾ അവക്കൊരു ബാംഗ്ലൂർ എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഒരു കൊച്ചു നിക്കറ് വാങ്ങിച്ചു കൊടുത്തു, അവള് 20 വയസ്സാകുമ്പോഴും അമ്മ വാങ്ങിച്ചു കൊടുത്തത് അവൾക്ക് പ്രശ്നമില്ല. വെറുതെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പോയി അവിടെ നിൽക്കുന്നേ ഇല്ല. ഞാനീ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആ മോളെ ഇങ്ങോട്ട് ചക്കര ഓടിയോ, അങ്കിൾ വിളിക്കുന്നു, ഓടിയോ, ഇങ്ങോട്ട് വാടാ, ഓടി വാടാ. ഇവളുടെ ഈ പ്രായത്തിലാണ് അവൾക്ക് മനസ്സിലാകുന്ന സെൻസ് ഉണ്ടാകുന്ന ഇപ്പോഴാണ്. It is at this age that she develops senses. ഈ പബ്ലിക്കിൽ എങ്ങനെ വരണമെന്ന് ഇപ്പൊ അവളുടെ മനസ്സിൽ തന്നെ അപ്പനും അമ്മയും ഫീഡ് ചെയ്തിട്ടുണ്ട്. Her father and mother have fed her how she should appear in public. ഇനി നിങ്ങളൊരു 18ാമത്തെ വയസ്സിൽ ഇവൾക്ക് വേറൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇവൾക്ക് ഇടാനൊക്കത്തില്ല. At the age of 18 now, if you buy another kind of dress, she won't be able to wear that. എന്താ ഇടാൻ പറ്റാത്തെ? Why? ആൾറെഡി ഒരു മെമ്മറി സ്റ്റോർഡ് ആണ്. എനിക്ക് ഇതിനൊന്നും പ്രശ്നമുള്ള ആളല്ല. I don't have issues with all this. വൈകുന്നേരം ഒന്ന് ഇറങ്ങി നിന്നാൽ, but you just stand on the road in the അവർ ഇവിടെ വന്നിട്ടിട്ടൊന്നുമല്ല. They didn't come wearing like this over അവർ here. ബാംഗ്ലൂർ വന്നിട്ടിട്ടൊന്നുമല്ല. They didn't wear this in Bangalore. അവരുടെ 1ാം ക്ലാസ് മുതൽ അപ്പനും അമ്മയും ഇട്ട് പഠിപ്പിച്ചതാണ്. From 1st standard onwards, the parents were training them like that. ഞാനൊരു പെൺമകളുള്ള ഒരു അപ്പനാണ്. I am also a father who has a daughter. നമ്മുടെ അടുക്കൊക്കെ ചില പിള്ളേർ ഒന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ദൈവമേ അപ്പനും അമ്മയ്ക്കുന്നാണോ ഇതിലിങ്ങനെ കൊണ്ടു നടക്കാൻ? Sometimes when such girls come before me, I wonder if the parents don't feel embarrassed. എന്നോട് പിണങ്ങരുത്, നിങ്ങൾ എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല.
ചർച്ച് ഫാഷൻ പരേഡിന്റെ സ്ഥലമല്ല. Church is not a place for fashion parade. മറയേണ്ടതെല്ലാം മറഞ്ഞു കിടക്കണം. Whatever should be covered. കവർ ചെയ്ത് കിടന്നേ. നിന്റെ പെൺമകളുടെ ദേഹത്ത് അനാവശ്യമായ ഒരുത്തന്റെ നോട്ടം പോലും വീഴാൻ നീ സമ്മതിക്കരുത്. You shouldn't allow even one person to look wrongfully at your girl daughter. നല്ല ചർച്ചിനായി സ്തോത്രം. Thank God for a good church. ഇവിടെയുള്ള എല്ലാവരുടെ വസ്ത്രധാരണ രീതികൾക്കായി സ്തോത്രം. I thank God for all the dressing sense of everyone here. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഞാനിനി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എന്റെ പെൺപിള്ളേടെ സമ്മതിക്കത്തില്ല. ഇത് പറ്റത്തില്ല, മൂക്കിടാൻ പറ്റത്തില്ല. ഇത് അമ്മയുടെ ബോധമാണ്. Even the mother should be conscious of this. എല്ലാരും ഇങ്ങനെ സൈഡിൽ കൂടെ നിൽക്കണം. ഇനി 40 ദിവസം ഇങ്ങനെ കൂടെ എങ്ങനെ നിൽക്കുക? കമാൺ പ്രിയരെ, ഇതൊരു അപ്പന്റെ ഹൃദയമായിട്ട് എടുക്കുക. Take this as the heart of a father. Amen. Amen. അങ്ങനെ എടുത്താൽ മതി. നിങ്ങളിനി അങ്ങനെ വന്നപ്പോൾ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ ലോകം വല്ലാത്ത ലോകമാണ്. I'm just sharing this because our world is ഒരു അഴുക്ക് ലോകമാണ്. It's a dirty world. It's an evil world. അവിടെ നമുക്ക് പക്വതയോടെ ജീവിക്കാം. So we need to live with maturity there. ആൺപിള്ളാരും പെൺപിള്ളാരും എല്ലാം ഇടുക. All boys and girls മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക. dress modestly, decently. സഭായോഗത്തിനകത്ത് നിങ്ങൾ മാന്യമായിട്ട് വരിക. Come decently dressed. ആമേൻ. നമ്മുടെ കുഞ്ഞിന്റെ അകത്ത് ഇപ്പോഴേ ഒരു ബോധം ഇടുക. Sow a seed right now itself into your child's mind. ആമേൻ. Amen. ഞങ്ങൾ ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം 16 വയസ്സായി അവൾക്ക്. Now she's 16, my daughter. അവൾക്ക് വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ല. She can't wear anything else. അവളുടെ അകത്ത് ഓൾറെഡി കിടപ്പുണ്ട് എന്ത് ഇടണമെന്ന്. Because she already knows inside what she should wear. കിട്ടി? അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കിട്ടി. Where does she get it from? From her father and mother. Amen. Amen. പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഡ്രസ് ചെയ്യണം. Especially the daughters of pastors should dress very carefully. കാര്യം എന്താ? ഒത്തിരി പേര് ആ വീട്ടിൽ വരുന്നതാ. Why? Because many people come to that house. വരുന്നവരെല്ലാരും വിശുദ്ധന്മാരൊന്നും അല്ല. And all who come are not holy. Amen. Amen. അമ്മമാർ പഠിപ്പിക്കണം. ബാഡ് ടച്ചും ഗുഡ് ടച്ചും അമ്മമാർ പഠിപ്പിക്കണം. Mothers should teach their children what is bad touch, what is good touch. പെൺപിള്ളേരെ പഠിപ്പിക്കണം. You must teach your daughters. ഇതൊക്കെ പറയാൻ നാണക്കേടാ നമുക്ക്. അതങ്ങനെ പറയുന്നേ. കൈകാര്യം ചെയ്തേ. Handle the role of a mother well. Wow. നോപ്പാ, ആരൊന്നും മിണ്ടുന്നില്ല. No one is saying anything. പലപ്പോഴും ഈ മദേഴ്സ് ലവ് മിസ്സാവുന്ന ഏരിയ എന്തെന്നറിയാമോ? Do you know the area where we miss the mother's love? അതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. I will share that also and then pray. നമ്മുടെ ഒരു കുഞ്ഞ് പ്ലാൻഡ് അല്ലാത്ത സമയത്ത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, When a child is born at an unplanned time, പ്ലാൻഡ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ആൾക്കാരൊക്കെ ഒത്തിരി പേർക്ക് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന്റെ ഒരു സീക്രട്ട് ഞാൻ മനസ്സിലായിട്ടുണ്ട്. I have understood why many people don't have children. കല്യാണം കഴിഞ്ഞ് 2-3 വർഷം വേണ്ടെന്ന് അച്ഛനും അമ്മയോട് അങ്ങ് തീരുമാനിക്കും. The husband and wife decide that they will not have children for the first 2-3 years. 3 വർഷം ഞങ്ങൾക്ക് വേണ്ട പാസ്റ്റർ. 3 years we don't want children. കർത്താവ് പറയുമെങ്കിൽ നീ അവിടെ നിൽക്കാൻ പറയും. And the father will say, okay, then you wait like that. ആര് പറഞ്ഞു വേണ്ട? നിനക്ക് അങ്ങനെ തീരുമാനിക്കാൻ ആര് റൈറ്റ് ചെയ്യുന്നു? Who gave you the right to decide like that? ഒന്നാമത്തെ മാസം തരുന്നെങ്കിൽ സ്വീകരിച്ചോളൂ. What you get in the first month itself, you must receive it. എത്രയോ പേര് ഇവിടെ 10-20 വർഷം കൊണ്ട് കുഞ്ഞില്ല. In your entire life you won't get settled. ഏതാണ്ടൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് പോലെ. Something is happening here. പ്ലാൻഡ് അല്ലാത്ത സമയത്ത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, So if a child is born at an unplanned ഇതിന്റെ time, ബിറ്റർനെസ് എല്ലാം ഈ കുഞ്ഞിന്റെ വയറ്റിൽ കിടന്ന് അനുഭവിക്കും. when the child is in the womb itself, it will feel all that bitterness. ഞാനിവിടെ ഒരു അനുഭവം പറഞ്ഞ ഓർമ്മയുണ്ടോ അറിയത്തില്ല. I don't know if you remember sharing what I shared. ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട്ടിലെ കുഞ്ഞ് related to me at the child of a എന്ത് certain home. പറഞ്ഞാലും അമ്മയോട് പറയും ഞാൻ ചാകാൻ പോവാ. Whatever you tell that child, she will tell the mother, I want to die, I want to die. എനിക്ക് ചാകണം. I want to die. അമ്മയോട് മാത്രമേ പറയത്തുള്ളൂ. And she will tell it only to her mother. എന്തൊക്കെയായിട്ടും പിടികിട്ടുന്നില്ല. No matter what, they are not able to understand why she is ഞാൻ ഈ saying that. മദേഴ്സ് ഹേർട്ട് പ്രസംഗിക്കുമ്പോൾ, So one day when I was preaching on the mother's heart, അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. I understood something. കാര്യം ആദ്യത്തെ കുഞ്ഞുണ്ടായി 2.5 മാസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞ് കൺസീവ് ആകുന്നത്. Because what happened is the first child was born and within 2.5 months the second child was conceived. അതിനെന്നെ പ്രശ്നം. 3 മാസത്തോളം ഇത് ആരോടും പറയാതെ അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. So for the first 3 months they tried to abort this without telling anyone. എപ്പോഴും ഈ അച്ഛനോട് പറയും നമുക്കിതിനെ വേണ്ട അച്ഛാ. Every day she would tell her husband, we don't want this child, we don't want this child.
മനസ്സിൽ മൂന്നാമത്തെ മാസം മുതൽ കൊച്ചിന്റെ മനസ്സിൽ ഫീഡായി കിടക്കുന്ന കാര്യം എന്താ? So what does the child have in its mind from the third month? നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. I'm unwanted, I'm unwanted. ഇപ്പൊ 21 വയസ്സുണ്ട്. Now she's 21. അവൻ ഇന്നും പറയും എനിക്ക് ചാകണം. And she will say, now also I want to die. ഈ സിഗ്നൽ എവിടെ നിന്ന് കിട്ടി? Where did they get the signal from? Amen. ആ മാതാവ് മാനസാന്തരപ്പെട്ടു. That mother repented. ആ കുഞ്ഞ് സ്നാനപ്പെട്ടു. That child got baptized. ഈ പ്ലാന്റ് അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കൂടെയും ഒക്കെ ബുദ്ധിമുട്ടിൽ കൂടെയും പോർട്ടിയിൽ കൂടെയൊക്കെ പോകുന്ന സമയത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. Secondly, there are children who are born during times of extreme poverty and difficulty. ഭയങ്കര കഠിനമായ പ്രശ്നങ്ങളിൽ കൂടെ രണ്ടുപേരുടെയും ജോലി മിസ്സായി പോകുന്നു. Parents have lost both their jobs. ബിസിനസ് പൊളിഞ്ഞു പോകുന്നു. They have lost their business. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞ്, So when a child is born in such a setting, ഒരു വേണ്ടുപോലെ കെയർ കിട്ടിക്കാണത്തില്ല. maybe that child would not have received its proper care. സോ ആ മദർലി ടച്ച് അവന് കിട്ടിയിട്ടില്ല. So the motherly touch has not been experienced by the child. രാവിലെ പാസ്റ്റർ പറഞ്ഞ പോലെ 4 കുഞ്ഞുങ്ങൾ മരിച്ചതിന് ശേഷം ഉണ്ടായ 5ാമത്തെ കുഞ്ഞ്. As pastor shared in the morning, he was born after 4 children having died in that home. നമ്മളൊക്കെ ചോദിക്കത്തില്ല എന്താ അവൻ അങ്ങനെ റിബല്യസ് ആയി പോയെന്ന്. Sometimes we ask, why is that child so rebellious? ഇതൊക്കെയാണ് റീസൺ. These are some of the reasons. അവൻ പർപ്പസ്ലി റിബല്യസ് ആയതല്ല. Not that he has become purposely rebellious. അവൾ കണ്ടിന്യൂസ് ആയ മിസ് എന്താ കാരേജിന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ഭയങ്കര ഫിയർ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen great fear in the children who have been born after many miscarriages. 4 മിസ്കാരേജ് ആയി. 4 miscarriages. 5ാമതൊരു കുഞ്ഞുണ്ടാകുന്നു. And 5th then a child is born. കുഞ്ഞിന്റെ പ്രശ്നം എന്താണ്? What is the child's problem? ആ ഒരു ഭയത്തിന്റെ ഗർഭപാത്രത്തിലാണ് ആ കുഞ്ഞ് കിടക്കുന്നത്. The child is born in a womb which is full of fear. പേടിയാണ് ആ കുഞ്ഞിന്. The child is so afraid as a result. നമ്മൾ ഇതിനേക്ക് അറ്റൻഡ് ചെയ്യണ്ടേ ദൈവമക്കളെ? Shouldn't we attend to these things? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഹോദരി എന്നോട് പറഞ്ഞതുപോലെ ദൂതെല്ലാം ഉണ്ട് കെട്ടിയിട്ടൊരു പശുവിനോട് പറയാ ഓടാൻ, കെട്ടിയിട്ടൊരു പട്ട. First of all, you need to release the kite. You need to release the cow. Only then the cow can go freely. The kite can fly freely. പോയി കത്തിക്ക്, ഇന്ത്യ കത്തിക്ക്. എവിടെ കത്താൻ? ഈ കെട്ടഴിച്ചു വിടണ്ടേ? First you need to release them from all that's binding them. Then only they can go and set the nation on fire. ഒരു ഭയത്തിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ, Conceived and born in the womb of full of fear. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ. I've seen such children. ഞങ്ങളുടെ അയർലൻഡിലെ പാസ്റ്റർ ജോബി, Pastor Joby, our church in Ireland. 3 മിസ്കാരേജിന് ശേഷമാണ് ആമേൻ 4ാമത് കുഞ്ഞിനെ കൺസീവ് ആകുന്നത്. After 3 miscarriages, 4th the child was born. 4ാമത് കൺസീവ് ആയ മുതൽ അവൾ പറയാണ് അച്ഛാ ഇതും പോവും. And from the time that child was conceived also, the wife was telling the husband, we will lose this child also. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. That's when they come for prayer. ഞാൻ ഒന്നും പറ്റത്തില്ല. I said nothing will happen. കർത്താവ് നിനക്ക് കുഞ്ഞുങ്ങളെ The തരും. Lord will give you children. നിനക്ക് ദൈവം 3 നഷ്ടപ്പെട്ടെങ്കിൽ 3 കുഞ്ഞിനെ അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു. If you have lost 3, God will give you 3 more. പാസ്റ്റർ അത് തൊട്ടതുകൊണ്ട് ഞാൻ അങ്ങ് തൊട്ടന്നേ ഉള്ളൂ. Because pastor touched on these things, I'm just പിന്നെ ശാരീരികമായ ഒത്തിരി ക്ഷീണത്തിലും ആരോഗ്യസ്ഥിതിയിലും ഇല്ലാത്ത അമ്മമാർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. So there are children born from mothers who are weak physically, who don't have the strength. ഒരു ഹെൽത്തി അല്ലാത്ത സിറ്റുവേഷനിൽ കുഞ്ഞുണ്ടാകുന്നു. So when a child is born in an unhealthy setting, ഒത്തിരി രോഗത്തിന്റെ നടുവിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു. in the midst of much sickness, അതാ കുഞ്ഞിന്റെ ആ ഇന്റിമസിയെയൊക്കെ ബാധിക്കും. that will affect the intimacy of the child. ആമേൻ. Amen. അബ്യൂസ് ചെയ്യപ്പെടുന്ന കാരണത്താൽ, റേപ്പ് ചെയ്യപ്പെടുന്ന കാരണത്താൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, Children born as a result of abuse or rape, വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. big problems for them. Deal with them. പരിശുദ്ധാത്മാവ് അവരെ തൊടും. The Holy Spirit will touch them. നമുക്ക് പോലും അറിയത്തില്ല നമ്മൾ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന്. We ourselves don't know why we have become like this. ഇതിന്റെ എല്ലാ റൂട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. There are the roots linking us to such things.
ആ റൂട്ടുകളെ ഇന്ന് പകൽ പൊട്ടിക്കാൻ പറ്റിയാൽ, if you will be able to break those roots today, നീ പോലും അറിയാത്തതുപോലെ നിന്റെ തലമുറകൾ തിരിച്ച് ട്രാക്കിലേക്ക് കയറുന്നത് നീ കാണും. even without your knowledge, you will see your children being restored to their proper track. ഒരു കുഞ്ഞൊരു അമ്മയുടെ ഹൃദയത്തെ മനസ്സിലാക്കണമെങ്കിൽ, If a child should understand the mother's heart, ഞാൻ പറയാം, ഏറ്റവും ഒരു കുഞ്ഞിന്റെ ഏറ്റവും ഒരു ബേസിക് ട്രസ്റ്റ് എന്ന് പറയുന്ന അവന്റെ അമ്മയാണ്, അവളുടെ അമ്മയാണ്. let me tell you, the basic trust of the child is in its mother. രണ്ട് കുഞ്ഞുങ്ങളായിട്ട് അപ്പുറത്തിരിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും അധികം രാവിലെ പാസ്റ്റർ പ്രസംഗിച്ചതിൻ്റെ ഒരു ബാക്കിയാണ്. അല്ല, ലോകത്തിലെ ഏറ്റവും ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് അമ്മയാ. രണ്ട് കുഞ്ഞുങ്ങൾ, The greatest trust the children have is in their mother. ആ ട്രസ്റ്റ് ബ്രേക്ക് എനിക്ക് പോകേണ്ട സമയമായി. It's time for me to leave. ക്യാമറമാൻ ഇഞ്ഞു വാ, ഓടി വാ, പറയട്ടെ. അമ്മയിൽ നിന്നുള്ള ആ ശരിയായ സ്നേഹം അവന് കിട്ടുന്നില്ലെങ്കിൽ, If he's not getting proper care from his mother, proper love, ഇവൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, മകനോ മകളോ ആയിക്കൊള്ളട്ടെ, whether it's a son or daughter, ഫോൾസ് കംഫർട്ടിലേക്ക് പോയി വീഴും. the child will go towards false comforts. മനസ്സിലാവുന്നുണ്ടോ? Are you following? എന്റെ പണ്ടം പോട്ടന്മാരും പൊട്ടിമാരും എല്ലാം കൂടെ പോയി നിന്റെ പ്രശ്നം എല്ലാം അവർ മുമ്പിൽ ഇറക്കി വെക്കും. They will go and tell their problems to some stranger. നിന്റെ വീക്ക്നെസ്സുകൾ ആ ഫോൾസ് ലവ് തന്നയാൾ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റും. Your weaknesses will be misused as opportunities by the stranger to whom you have shared your issues, your weaknesses. പെങ്കൊച്ച് ഇങ്ങനെ വിഷാദമായിട്ട് കേട്ടിരിക്കുക. An 18-year-old girl is sitting depressed. എന്തോ ചക്കര എന്നോട് പറയാൻ പറ്റാത്ത വിഷയം എന്താ നിനക്ക്? Honey, what is it? You can tell me anything. ഈ ചക്കര 18 വർഷമായിട്ട് ആരോടൊന്നും പറയില്ല. Because this honey has not been telling these things for 18 years to anyone. ഫോൾസ് കംഫർട്ടുകൾ നിന്നെ ട്രാപ്പിലാക്കി കളയും. And false comforts will trap you. നമുക്ക് ആമ്പിളർക്കാൻ പറ്റുമെന്നേ. It will happen to boys as well. ആമ്പിളർക്കാൻ പറ്റും. എന്താ പറ്റിയത്? What happened? അല്ലോ, അതുകൊണ്ട് അവനെ വിളിച്ച കുഴപ്പമില്ലല്ലോ. നല്ലൊരു അപ്പനും നല്ലൊരു അമ്മയുടെ കീഴിൽ വളരുന്നുണ്ട്. Amen. നമ്മുടെ അടുത്തേക്ക് ആളുകൾ വന്ന് ഓപ്പൺ ആകുമ്പോൾ സത്യത്തിൽ നമുക്ക് പേടിയാവും. When people come and share openly with us, really we get afraid. പേടിയാവും ചിലപ്പോൾ. Sometimes I get afraid. കാര്യം ഒരു ഫോൾസ് കംഫർട്ടായി അവർക്ക് തോന്നരുത്. Because they shouldn't see me as a false comfort. അത് മിസ്ലീഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. They will get misled otherwise. എവിടെങ്കിലുമൊക്കെ ഫോൾ കംഫർട്ടുകളിൽ പോയി നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതെല്ലാം പൊട്ടിക്കണം. If you have tried to find false comfort somewhere, you must break all that today. Thank you. പ്രാർത്ഥിച്ച് 1-2 മിനിറ്റുകൾ. Can you pray for 1 or 2 minutes? ഞാൻ നിർത്തുക. I'm stopping now. ഒരു ചർച്ച് എന്ന് പറയുന്നത് ഒരു അമ്മയുടെ റോൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. A church must learn to play the role of a mother. മറയ്ക്കണം പലതിനെ. They must learn to cover many things. എല്ലാം കൂടെ പബ്ലിക് ഒരാളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരോടും പറയരുത്. When someone comes and shares something, don't publicize it. Amen. Amen. അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires that all of you should experience that motherly love. ഇനി പറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ അമ്മയുടെ സ്നേഹം അനുഭവിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, If in any area I shared you haven't been able to experience the love of the mother, പരിശുദ്ധാത്മ പറയുന്നു, the Holy Spirit says, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ക്ഷമിക്കുക. forgive your earthly mothers. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഫോൾസ് കംഫർട്ടുകളിൽ നിന്നും നിങ്ങൾ റിപ്പന്റ് ചെയ്യുക. Repent concerning every false comfort you have tried to receive.
ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പകർച്ച നിങ്ങളിൽ നടക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. Throw yourself before the Lord so that He can comfort you. ഒന്ന് കണ്ണടയ്ക്കാവോ? Can we close our eyes? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാവോ? Can you pray to the Holy Spirit? ആവർത്തിച്ച് എൻ്റെ ഹൃദയത്തിൽ കേൾക്കുന്നു, false comfort. Again and again I hear in my heart the word false comfort. അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടാത്ത ആരെങ്കിലും ഈ പകൽ ഇവിടെ ഇരിക്കുന്നു. If there's anyone here, you have not received love from your mother. കുറ്റപ്പെടുത്തുന്ന അമ്മ, Fault finding mother, ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അമ്മ, a mother you cannot trust. ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ മേലൊരു റിച്ചായ മാതൃഹൃദയത്തിന്റെ പകർച്ച നടക്കട്ടെ. Let there be a rich impartation of a mother heart to all the mothers who are sitting here. നിന്റെ പെൺകുഞ്ഞുങ്ങളിലേക്ക് നിന്നിലേക്ക് വരാൻ ഒരു ഡോറ് തുറന്നിട്ട്. Keep a door open so that your daughters can come to you freely. ഒരുപക്ഷെങ്കിൽ അമ്മമാർ മരിച്ചുപോയ ചിലർ ഇവിടെ ഇരിപ്പുണ്ടോ? Maybe some of you do not have mothers today because they have passed away. ഇന്ന് പകൽ ഒരു അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ എടുത്ത് തോളിൽ താരാട്ട് പാടുന്നു. Today, അമ്മയുടെ സ്പർശനം നീ അനുഭവിച്ച് experience the touch of the Lord taking you in His arms, quietening you, stilling you like a mother would. അപ്പനെ പോലെ തന്നെ പ്രാധാന്യമുള്ളയാളാണ് അമ്മ. Mother is as important as the father. പ്രത്യേകിച്ച് ചിലരുടെ മേൽ അമ്മയുടെ താരാട്ട് പാട്ട് പോലെ ദൈവസ്നേഹത്തിന്റെ ഒരു തലോടൽ ഞാൻ അനുഭവിക്കുന്നു. I can experience as a mother sings lullabies over her child. The Lord is just singing over you. തോളിലേറ്റി താരാ
സ്നേഹം ആദിൽ സ്നേഹമാണു നീ സ്നേഹം ആദിൽ സ്നേഹമാണു നിന്നിൽ വന്നിട്ടുള്ള എല്ലാ ഫോൾസ് കംഫർട്ടുകളെ പരിശുദ്ധാത്മാവിനാൽ റിജക്റ്റ് ചെയ്യുക. Reject every false comfort that has come to you. Reject it through the Holy Spirit. നിന്റെ അമ്മയെ സ്നേഹിക്കുക. Love your mother. ദൈവം തന്ന മാതാക്കൾക്കായി സ്തോത്രം പറയുക. Thank God for the parents He has given you. എന്റെ അമ്മയെ നീ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. Bless your mother and pray over her. ആ അമ്മയുടെ വയറ്റിൽ ജനിക്കുവാൻ ഈ പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുക. Thank the Lord who is the creator, that He gave you opportunity to be born in your mother's womb. ഒരുപക്ഷെങ്കിൽ അവർ നിന്നോട് ഹാർഡായി പെരുമാറിയ Their situation at that time, സ്നേഹക്കുറവല്ലായിരുന്നു, not really because they didn't love you, അവരുടെ ജീവിത സാഹചര്യങ്ങളായിരുന്നു. but because their life circumstances were like that. പക്ഷെ അവർക്ക് നീ പ്രതീക്ഷിച്ചതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. Maybe they didn't express love the way you expected. ആ അമ്മയ്ക്കായി നന്ദി പറ. Thank God for that mother. അടുത്ത ചില മിനിറ്റുകൾ നീ പ്രതീക്ഷിച്ചതുപോലെ ആ അമ്മയുടെ മടിയിലൊന്ന് കിടക്കാൻ. For the next few minutes, just soak yourself, soak in the mother's love. Soaking yourself on the mother's lap like you always desired. അമ്മയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ ഇറങ്ങി കിടക്കുക. Just lie down like a child would lie on its mother's lap. ഭയങ്കര ഫ്രീഡത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കുക. Holy Spirit is taking into a great freedom. നിങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഈ ദിവസം നിങ്ങൾ മറക്ക. നിങ്ങൾക്ക് തറയിലിരിക്കണമെങ്കിൽ ഇരിക്കാം, ഫ്രണ്ടിൽ വന്ന് കിടക്കണമെങ്കിൽ കിടക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഫീൽ ദ മദേഴ്സ് ലവ്. ചേർക്കുമേ മനക്ലേശം തീർക്കുമേ അമ്മ നൽകും സ്നേഹത്തേക്കാൾ എൻ്റെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എൻ്റെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു അപ്പന്റെ മുമ്പിൽ പോയി കരയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. May be difficult to go and weep before a father. അമ്മയുടെ മുമ്പിൽ നിന്ന് കരയാൻ, ഒരു അമ്മയുടെ അടുക്കൽ കെട്ടിപ്പിടിക്കാം. നമുക്ക് കുറച്ചുകൂടെ ആക്സസ് ആണ്. We have more access to come before the mother and just cry openly. Enjoy that.
Just enjoy that. ഒരു നിമിഷവും അകലുകില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷവും അകലുകില്ല, ഒരു നാളും അകലുകില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നിമിഷവും അകലുകില്ല. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എൻ്റെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തേക്കാൾ എൻ്റെ യേശു സ്നേഹിക്കുന്നു. മനക്ലേശം തീർക്കുമേ, ആരോട് ചേർക്കുമേ, മനക്ലേശം തീർക്കുമേ, അമ്മ നൽകും സ്നേഹത്തേക്കാൾ എൻ്റെ യേശു സ്നേഹിക്കുന്നു. അമ്മ സ്നേഹത്തേക്കാൾ എൻ്റെ യേശു സ്നേഹിക്കുന്നു. കരം പിടിത്ത് നടത്തുവാൻ, കണ്മ നടത്തുവാൻ, കൺമലൈമേ നിർത്തുവാൻ, കരം പിടിത്ത് നടത്തുവാൻ, കൺമലൈമേ നിർത്തുവാൻ, കരം പിടിത്ത് നടത്തുവാൻ, കൺമലൈമേ നിർത്തുവാൻ, ഒരു തേറ്റുവതുപോ എന്നെ തേറ്റുവാൻ, ഒരു തേറ്റുവതുപോ തേറ്റുവതുപോ എന്നെ തേറ്റുവാൻ, ഒരു തേറ്റുവതുപോ എന്നെ തേറ്റുവാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നറിയുന്നു ഞാൻ. ആരാധ്യ യേശുപരാ, തേജസ്സേഴും നിൻ മുഖമൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ
യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം. മാധുര്യമാ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദം. കരത്തിൽ നിൻകരത്തിൽ ആശ്ലേഷം പകരുന്നു ഫലം എന്നിൽ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖമൻ
മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചതീന വഹിച്ചതീന ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്മൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പൊന്നും യേശില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിന ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിന ഭാരപ്പെടുവാൻ നേരമില്ല. എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ സ്നേഹമാകും യേശുവേ. ോളം ചിരകടിയിൽ അവൻ കാത്തിടും തരങ്ങൾ
അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരമേ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനിന്ന് നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരമേ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരമേ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും എനിക്കഭയം. സാധുയൻ നീ കൈവിടാതെ നാഥനൻ നടത്തിയിടുന്നു. സാധുയൻ നീ കൈവിടാതെ നാഥനൻ നടത്തിയിടുന്നു. സാധുയൻ നീ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുയൻ നീ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. വല്ലവൻ ഉണ്ടെനിക്ക് ആരിടുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ടെനിക്ക് ആരിടുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ടെനിക്ക് ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ടെനിക്ക്. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്ക് ആശ്വാസമവനെനിക്കേകിടുന്നു. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നടത്തിയിടുന്നു ദൈവമെന്നെ നട
നാൾതോറും തൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. ശോധനയാൽ ഉള്ളം തകർന്നിടിലും വേദനയാൽ കൺകൾ നിറഞ്ഞിടിലും ശോധനയാൽ ഉള്ളം തകർന്നിടിലും വേദനയാൽ കൺകൾ നിറഞ്ഞിടിലും ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൽ ജീവിതമാ ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൽ ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാ നടത്തിയിടുന്നു. ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാ എന്നെ നടത്തിയിടുന്നു. നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ ഏറിയിടും നേരത്തും എൻ ചാരകേ കാണുന്നുണ്ട് സ്നേഹം സഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാ ദൈവമേ നീയല്ലാതെല്ലാരും എന്നേശുമാ ദൈവമേ നീയല്ലാതെല്ലാരും എന്നേശുമാ ആദിയേതും നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ വൈദ്യം. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ. നിന്മാ
എന്നീശു കർത്താവേ, നിന്മാർവീടം എന്നാശ്രയം, എന്നീശു കർത്താവേ, എൻ രക്ഷകാ, എൻ ദൈവമേ, എന്നീശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ രക്ഷകാ, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നീശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നീശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നീശു നേരത്തും. എന്നീശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും. എന്റെ രോഗം നീ വഹിച്ചു, എന്റെ ശാപം നീക്കി മുറ്റും. നിനക്കായി എന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം, ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധേ വരുന്നു. എന്റെ ഭാരവുമാവോ വല്ലഭ ഏകൂ രക്ഷയേ. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധേ വരുന്നു. എന്റെ ഭാരവുമാ വല്ലഭ ഏകൂ രക്ഷയേ. വല്ലഭ ഏകൂ രക്ഷയേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണുവന്നവനേ, ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണുവന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. നിന്റെ സന്നിധി
സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭ രക്ഷയേ, എന്റെ പാപഭാരവുമാ വല്ലഭ രക്ഷയേ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭ വല്ലഭ രക്ഷയേ, എന്റെ ഭാരവുമാ വല്ലഭ രക്ഷയേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു, അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു, ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു, നാഥൻ നൽകി മാനിക്കുന്നു, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു, അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു, യേശു നൽകി നടത്തിയിടുന്നു, അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു, കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണു കണ്ടിടുന്നു, കേട്ടതെല്ലാം എന്റെ കണ്ണു കണ്ടിടുന്നു, പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്റെ യേശുവിന്, മഹത്വം എന്റെ യേശുവിന്, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ
വാക്കു പോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരായേ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരായേ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ വർണ്ണിച്ചിടാൻ നാവ് യേശു നൽകി നടത്തിയിടുന്നു അളവിൽ ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു അളവിൽ ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ അർഹിക്കാത്ത ദയാനിധേ യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി നന്ദിയോടെ സ്തുതി പാടിയിടും എൻ്റെ എനിക്കാ നീ ചെയ്തോരോ നന്മ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കാ ചൊല്ലുന്നു ഞാൻ സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ നന്ദിയോടെ എനിക്കാ നീ ചെയ്തോരോ നന്മ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ
യേശുവിൻ മഹത്വം